ഇവിടയിൽ പ്രധാനമായിട്ടും നമ്മൾ പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത്. കാരണം പാകിസ്ഥാനിൽ ഇമ്രാൻഖാനെ ഒന്ന് കണ്ടേ മതിയാവൂ എന്ന് പറഞ്ഞിട്ട് ഇമ്രാൻഖാൻ്റെ പാർട്ടി അനുയായികൾ, തെഹ്രീക്ക് ഇൻസാഫ് എന്ന് പറഞ്ഞ പാർട്ടിയുടെ അനുയായികളായിട്ടുള്ള ആൾക്കാർ, ഇമ്രാൻഖാൻ തുടങ്ങി വെച്ച പാർട്ടിയാണല്ലോ അത്. അപ്പം ഇമ്രാൻഖാൻ ആണെങ്കിൽ കുറേ നാളായി പുറത്ത് കണ്ടിട്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇമ്രാൻഖാൻ്റെ സഹോദരിമാരടക്കം ഒരു 3 പേര് വന്നിട്ട് ഇമ്രാൻഖാനെ കണ്ടേ മതിയാവൂ എന്ന് പറഞ്ഞിട്ട് ഇന്നലെ രാവിലെ മുതലേ പാകിസ്ഥാൻ്റെ ഇമ്രാൻഖാനെ പാർപ്പിച്ചിരിക്കുന്ന ജയിലിൻ്റെ പുറത്ത് വന്ന് നിൽപ്പാണ്. പക്ഷേ ഇവർ 3 പേർക്കും ഇന്നലെ മുതലേ ഇമ്രാൻഖാനെ കാണാൻ സാധിക്കില്ല എന്നുള്ള രീതിയിലാണ് ഇവർക്ക് മറുപടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശരിക്കും ഇമ്രാൻഖാൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള രീതിയിലുള്ള ഒരു ആശങ്ക എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാർ, ഈ തെഹ്രീക്ക് ഇൻസാഫ് പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ തന്നെ കുറേ വാർത്തകളൊക്കെ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അതായത് ഇമ്രാൻഖാൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്നുള്ള രീതിയിലുള്ള വാർത്തകളാണ് അടിച്ചിറക്കുന്നത്. അതുപോലെ തന്നെ ഇമ്രാൻഖാൻ ജീവിച്ചിരിക്കുന്നില്ല, ഇമ്രാൻഖാൻ വധിക്കപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ പബ്ലിഷ് ആവുന്നുണ്ട്. പക്ഷേ നമ്മൾ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ 2022 ഇമ്രാൻഖാൻ ഇലക്ഷനിൽ മത്സരിക്കുന്ന ആ ഒരു സമയത്ത് ഇമ്രാൻഖാനെതിരെ ഒരു ആക്രമണം, ഒരു വെടിവെപ്പ് ഉണ്ടാകും. ഇമ്രാൻഖാന്റെ കാലിന്റെ ഭാഗത്ത് വെടിയുണ്ട തുളച്ച് കയറുന്നു. അങ്ങനെ ഇമ്രാൻഖാനെ ആംബുലൻസിൽ കിടത്തി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ആ ഒരു സമയത്തുള്ള ഫോട്ടോഗ്രാഫ് എടുത്തുകൊണ്ട് അതിനെ എഡിറ്റ് ചെയ്ത് അതിനെ ജയിലിൻ്റെ ഉള്ളിലേക്ക് ഇരിക്കുന്ന രീതിയിലുള്ള അവസ്ഥയിലാക്കിയിട്ടാണ് ഈ ഫോട്ടോ പ്രചരിപ്പിക്കപ്പെടുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇമ്രാൻഖാൻ്റെ ആരാധകർക്ക് വല്ലാത്ത രീതിയിൽ വേദന ഉണ്ടാക്കുന്ന ഒരു ഇമേജാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ പാകിസ്ഥാൻ്റെ ഉള്ളിൽ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇപ്പോൾ അടുത്ത സ്പാർക്കാണ് പാകിസ്ഥാൻ്റെ ഉള്ളിൽ വീണിരിക്കുന്നത്. കാരണം ഇമ്രാൻഖാനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കുറേ ഉണ്ട്. അപ്പോൾ അവർ ശരിക്കും രംഗത്തിറങ്ങിക്കഴിഞ്ഞാൽ ഈ അവസരം മുതലാക്കിക്കൊണ്ട് തെഹ്രീക്ക് താലിബാനുകളായിക്കോട്ടെ, അഫ്ഗാനിസ്ഥാൻ്റെ സൈഡിൽ നിന്നൊക്കെ അതേപോലെ അഫ്ഗാനിസ്ഥാൻ്റെ സൈഡിൽ നിന്നും നല്ല രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് പാകിസ്ഥാൻ്റെ ഉള്ളിൽ. അതുപോലെ തന്നെ ഇപ്പുറത്തെ ബലൂചിസ്ഥാനികളും ഈ ഒരു അവസരം കാത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് സാഹചര്യം. അപ്പോൾ ഇമ്രാൻഖാൻ്റെ കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇമ്രാൻഖാനെ ചെറിയ എന്തോ ഈ ഗിഫ്റ്റ്, അതായത് ഗവൺമെൻറ്റിൻ്റെ പൊസിഷനിലിരുന്ന പ്രൈം മിനിസ്റ്ററായിട്ട് ഇരുന്ന സമയത്ത് കിട്ടിയ ഗിഫ്റ്റുകൾ പേഴ്സണൽ ഗിഫ്റ്റ് ആണെന്ന് കരുതി എടുത്തുകൊണ്ട് പോയി അതിനെ എവിടെ കൈമാറ്റം ചെയ്തു. അപ്പോൾ അതിൽ നിന്നും എന്തോ റവന്യൂ കണ്ടെത്തി എന്നുള്ള രീതിയിലുള്ള കേസുകളൊക്കെയാണ് ഫയൽ ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് ഫൈൻ, അത് ശരിക്കും ഓക്കെ, അവരുടെ രാജ്യത്ത് അവരെന്തോ ആയിക്കോട്ടെ. തീർച്ചയായിട്ടും അസീം മുനീർ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ ഒരു പട്ടാള ഭരണത്തിൻ്റെ നിയമത്തിൻ്റെ ഒരു ശൈലിയാണ് ഈ ഇമ്രാൻഖാനെ പിടിച്ച് ഇങ്ങനെ നിർബന്ധമായിട്ട് ജയിലിൽ പാർപ്പിച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ഇമ്രാൻഖാൻ ജയിലിൻ്റെ ഉള്ളിൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. പാകിസ്ഥാൻ്റെ ദാവൻ പോലത്തെ മാധ്യമങ്ങളൊക്കെ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അത് ഫേക്ക് ആണ് എന്നുള്ള രീതിയിലൊക്കെയാണ് വാർത്തകളൊക്കെ വന്നത്. പാകിസ്ഥാന്റെ ജയിലിന്റെ ഉള്ളിൽ ഇതിനു വേണ്ടിയിട്ടൊക്കെ സ്പെഷ്യലൈസ് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആ രീതിയിലാണ് പാകിസ്ഥാന്റെ ജയിൽ കൾച്ചർ. അപ്പോൾ അത് ഇമ്രാൻഖാനും അതിൽ അഫക്റ്റഡ് ആയിട്ടുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ ഒന്നുകൂടെ ആവർത്തിച്ച വാർത്തകൾ വീണ്ടും പബ്ലിഷ് ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ എന്തായാലും പാകിസ്ഥാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ടെൻസ്ഡ് മൊമെന്റിൽ നിൽക്കുകയാണ് ഇപ്പോൾ വേറൊരു ക്രിട്ടിക്കൽ വിഷയവുമായിട്ട്. അതുപോലെ തന്നെ ഇന്നലെ അഫ്ഗാനിസ്ഥാന്റെ മേലിൽ എയർ സ്ട്രൈക്ക് നടത്തിയതിനു ശേഷം ഒരു പാകിസ്ഥാൻ സോൾജറിനെ അഫ്ഗാനിസ്ഥാൻ താലിബാനികൾ ആക്രമിച്ച് കൊലപ്പെടുത്തി. ആ ഒരു വിഷയത്തിലേക്ക് വീണ്ടും പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാന്റെ ബോർഡർ ഏരിയയിലുള്ള സോൾജേഴ്സ് അഫ്ഗാനിസ്ഥാൻ വില്ലേജിന്റെ ഉള്ളിലേക്ക് കയറി വീണ്ടും ആക്രമണം നടത്തി. അവിടെ 5 പേർ കൊല്ലപ്പെട്ടു. ഇത് ഇന്നലെ നടന്ന സംഭവമാണ്. മിനിഞ്ഞാന്ന് എയർ സ്ട്രൈക്ക് നടത്തി പാകിസ്ഥാൻ. ഇന്നലെ 5 പേർ കൊല്ലപ്പെട്ടു. അപ്പോൾ ഇതിനെ തുടർന്ന് അഫ്ഗാനിസ്ഥാൻ ആണെങ്കിൽ ഇപ്പോൾ വെല്ലുവിളി നടത്തിയിരിക്കുകയാണ്. കാരണം ഞങ്ങൾ നിങ്ങളെ വെറുതെ വിടില്ല, തീർച്ചയായിട്ടും ഇതിന് പകരം വീട്ടുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇന്നലെ തന്നെ കുറെ അഫ്ഗാനിസ്ഥാൻ വില്ലേജ് സൈഡിൽ താമസിക്കുന്ന കുറെ ആൾക്കാർ, ഈ തൊട്ടടുത്ത്, അതായത് ഈ ബോർഡറിന്റെ തൊട്ടടുത്ത് താമസിക്കുന്ന കുറച്ച് ആൾക്കാർ ആ ബോർഡർ പൊളിച്ച് അങ്ങോട്ട് കയറി വന്നിട്ട് അവിടെ ഒരു കമാൻഡോ ഓഫീസ് ഉണ്ട്, അവിടെ പാകിസ്ഥാന്റെ മിലിറ്ററി കമാൻഡോ ഓഫീസ് ഇടിച്ച് പൊളിക്കുകയാണ്. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ തുടരെ അടി നടന്നുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്കാണ് ഇപ്പോൾ ഈ ഇമ്രാൻഖാന്റെ വിഷയം ആളിക്കത്തുന്നത് പാകിസ്ഥാന്റെ ഉള്ളിൽ. തീർച്ചയായിട്ടും അവരിപ്പോൾ ഇത് ജയിലാണ്, ഇത് വീടല്ല. ഇമ്രാൻഖാൻ ഉണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ കഥവൊക്കെ തുറന്നിട്ട് ഇവിടെ കിടന്ന് ഉറങ്ങുന്നതെന്ന് കാണിക്കാനൊന്നും പറ്റത്തില്ല, ഇത് ജയിലാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലും ഇനി ഏതെങ്കിലും തരത്തിൽ ഈ തെഹ്രീക്ക് ഇൻസാഫ് എന്ന് പറഞ്ഞ ഈ പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നു എങ്കിൽ ഒരു പക്ഷേ ഇമ്രാൻഖാനെ കൊണ്ട് ഒരു വീഡിയോ എടുപ്പിക്കും. ആ ഒരു വീഡിയോ ഫുട്ടേജിലൂടെ പൊതുജനങ്ങൾക്ക്, അതായത് അവരുടെ അനുയായികൾക്ക്, അതായത് ഇമ്രാൻഖാൻ ഒരു മെസ്സേജ്, അതിക്രമങ്ങളൊന്നും ഉണ്ടാക്കണ്ട എന്നുള്ള രീതിയിൽ ഒരു ക്രമസമാധാന നില പാലിക്കാൻ വേണ്ടിയിട്ട് ഇമ്രാൻഖാൻ ഡയറക്റ്റായിട്ട് ഒരു വീഡിയോ ഫുട്ടേജ് സംസാരിച്ച് പാകിസ്ഥാന്റെ മിലിറ്ററി അഥവാ ആർമി റിലീസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതാണ് ഇപ്പോൾ ഇതിനകത്ത് ഏറ്റവും എഫക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. പക്ഷേ അതിന് നല്ല രീതിയിലുള്ള കലാപം പൊട്ടിപ്പുറപ്പെടണം, എന്നാൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അല്ലാതെ വെറുതെ ജസ്റ്റ് അവർ 4-5 പേര് വന്ന് ചോദിച്ച ഉടനെ പെട്ടെന്ന് ഇമ്രാൻഖാന്റെ വീഡിയോ ഒന്നും എടുത്ത് അവർ പുറത്തുവിടാൻ പോകുന്നില്ല. ഇതാണ് നിലവിലെ പാകിസ്ഥാന്റെ സിറ്റുവേഷൻ. ബംഗ്ലാദേശുമായിട്ട് ബന്ധപ്പെട്ട വിഷയം, ബംഗ്ലാദേശ് പാകിസ്ഥാൻ റിലേഷൻഷിപ്പ് കൂടുതൽ മെച്ചപ്പെടുകയാണ്. അതായത് വരുന്ന ഡിസംബർ മാസത്തോടു കൂടി പാകിസ്ഥാനും ബംഗ്ലാദേശും, അതായത് ഢാക്കയും കറാച്ചിയും തമ്മിൽ ഡയറക്റ്റ് ഫ്ലൈറ്റ് കണക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ ബംഗ്ലാദേശികൾക്കും പാകിസ്ഥാനികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓൺ അറൈവൽ വിസ കൊടുക്കാനുള്ള തീരുമാനങ്ങളൊക്കെ ആയിട്ടുണ്ട്.
അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ ഇനി നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതിലുപരിയായിട്ട് എക്സ്പോർട്ടിംഗ് കൂടുതൽ ശക്തിപ്പെടുത്താൻ വേണ്ടി തീരുമാനമായിട്ടുണ്ട്. അതേപോലെ റൈസ് ആയിക്കോട്ടെ, വീറ്റ് ആയിക്കോട്ടെ, അതേപോലെ തന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം തന്നെ പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പോർട്ട് നടത്താൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ഇതിലുപരിയായിട്ട് ഒരു പ്രത്യേക സംവിധാനത്തിന് അവർ തുടക്കം കുറിക്കുകയാണ്. ഇതവിടെ തുറന്നിട്ട് കാര്യമൊന്നുമില്ല. കാരണം ഇതിനേക്കാളും ശക്തമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് അവർ മദർസയാണ്. അപ്പോൾ മദർസ തുറക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഇവരിപ്പോൾ തുടങ്ങാൻ പോകുന്ന വിഷയം എന്ന് പറഞ്ഞാൽ കോളേജുകൾ, കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ പഠിക്കാനുള്ള കോളേജ്, 2-3 കോളേജ് പാകിസ്ഥാൻ്റെ ഉള്ളിലും അതേപോലെ പാകിസ്ഥാൻ്റെ കുറച്ച് കോളേജുകൾ ബംഗ്ലാദേശിൻ്റെ ഉള്ളിലും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ തമ്മിൽ ധാരണയായിട്ടുണ്ട്. അപ്പം അതാണ് ഞാൻ പറഞ്ഞത്, ഇതിൻ്റെ ആവശ്യം ഇവർക്കില്ല. ശരിക്കും ഇതുകൊണ്ട് ഒരു ഗുണം ഇവർക്ക് ഉണ്ടാകാൻ പോകുന്നില്ലല്ലോ. കാരണം ഇവർക്ക് ശരിക്കും വേണ്ടത് മദ്രസയാണ്. അതിന് പകരമാണ് ഇപ്പോൾ ഇവർ നോർമൽ കോളേജസ് ഇവർ ഓപ്പൺ ആക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, ഫ്ലൈറ്റ് സർവീസ് തുടങ്ങി, വിസ കൊടുക്കും. ഇനി കോളേജിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെസ്റ്റ് പാകിസ്ഥാനിക്കും ഈസ്റ്റ് പാകിസ്ഥാനിക്കും ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിച്ച് ഇവരുടെ കോളേജുകളിൽ നല്ല രീതിയിലുള്ള പഠനങ്ങൾ ഇവർക്ക് നടത്താൻ പറ്റും. അപ്പം പാകിസ്ഥാൻ്റെ ഉള്ളിലേക്ക് പോകുന്ന ആൾക്കാരെ വളരെ എളുപ്പത്തിൽ തന്നെ ജയ്ഷിനും ലഷ്കറിനും വേണ്ട രീതിയിൽ അവർക്കുള്ള ട്രെയിനിങ് ഒക്കെ കൊടുത്ത് തിരിച്ച് ഈസ്റ്റ് പാകിസ്ഥാനിലേക്ക് അഥവാ ബംഗ്ലാദേശിലേക്ക് അവരെ തിരിച്ചയക്കാം. അതിലൂടെ അവർ ഇന്ത്യക്കുള്ളിൽ കടന്നു കയറാൻ എന്ത് ചെയ്യണം, എങ്ങനെ ഇന്ത്യ ഉപദ്രവിക്കണം എന്നുള്ള സ്പെഷ്യൽ ക്ലാസ് ഒക്കെ അവർ കൊടുത്തയക്കും. അപ്പോൾ ഇനി കൂടുതൽ വൈകാതെ തന്നെ നമുക്ക് ബംഗ്ലാദേശിൻ്റെ സൈഡിലും കൂടി ഏറ്റവും കൂടുതൽ ശക്തമായ രീതിയിൽ ആക്രമണം നടത്തേണ്ട സാഹചര്യത്തിലേക്ക് ഇന്ത്യ നിർബന്ധിതരാവുകയാണ്. അതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇനി അമേരിക്കയും ചൈനയും തമ്മിൽ ഭയങ്കര മച്ചാ കമ്പനിയാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതിന് ഇപ്പോൾ സൗത്ത് ചൈന സീയിൽ അമേരിക്കയുടെ ഒരു 30 മില്യൺ വർത്ത് വരുന്ന ഒരു റീപ്പർ ഡ്രോൺ, ഈ റീപ്പർ ഡ്രോണ് അടിച്ചു വീഴ്ത്തിയിരിക്കുകയാണ്. സൗത്ത് ചൈന സീയിൽ അടിച്ചു വീഴ്ത്തണം എന്നുണ്ടെങ്കിൽ ആരായിരിക്കും? അപ്പോൾ അത് തീർച്ചയായിട്ടും അമേരിക്ക ഡൗട്ട്ഫുൾ ആയിട്ട് നോക്കിക്കാണുന്നത് ചൈനയാണ്. ചൈന അമേരിക്കയുടെ റീപ്പർ ഡ്രോൺ അടിച്ചു വീഴ്ത്തി 30 മില്യൻ്റെ നഷ്ടമുണ്ട് എന്നുള്ള രീതിയിൽ അമേരിക്ക ഇപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർ ഇപ്പോൾ ഇതിനകത്ത് ഡൗട്ട്ഫുൾ ആയിട്ട് ചൈനയെ തന്നെയാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ചൈന പറഞ്ഞിരിക്കുന്നത്, അയ്യോ ഞങ്ങളുടെ ഗ്രാൻഡ് ഫാദർ ആണ് സത്യം, ഞങ്ങൾ അടിച്ചിട്ടില്ല, ഞാൻ തൊട്ടിട്ട് പോലും ഇല്ല, നിങ്ങളുടെ റീപ്പർ ഡ്രോൺ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്നാണ് ചൈന പറയുന്നത്. പക്ഷേ എന്തായാലും ഇപ്പം റീപ്പർ ഡ്രോൺ അടിച്ച് വീഴ്ത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അമേരിക്ക പറഞ്ഞിരിക്കുന്നത്, ഞങ്ങളുടെ അടുത്ത് ഡ്രോൺ ഫൂട്ടേജസ് ഉണ്ട്, ക്യാമറ, അത് ഞങ്ങൾ ക്ലൗഡിൽ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അതനുസരിച്ച് അത് നോക്കിയിട്ട് വെരിഫൈ ചെയ്തിട്ട് അതിലൊരു തീരുമാനം എടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഇതൊക്കെ അമേരിക്ക ഓൾറെഡി തന്നെ കണ്ടെത്തിയിട്ടുണ്ടാവും, ആരാണ് അടിച്ചത്, എന്താണ് സംഭവം എന്നുള്ളതെല്ലാം കണ്ടെത്തിയിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ടെക്നിക്കൽ ഫോൾട്ട് വന്നിട്ട് അത് താഴെ വീണാൽ അമേരിക്ക ചൈനയുടെ പേരെ പറയൂ. അതാണ് അവസ്ഥ. അല്ലാതെ അമേരിക്ക ഒരു കാലത്തും അവരുടെ ഇൻസ്ട്രുമെന്റ്സിനോ അല്ലെങ്കിൽ അവരുടെ എക്യുപ്മെന്റ്സിനോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ തന്നെ, ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ അവരത് ഓപ്പണായിട്ട് പരസ്യപ്പെടുത്തത്തുമില്ല, അംഗീകരിക്കത്തുമില്ല. അതിന് പകരം ഇങ്ങനത്തെ ചില ടാക്ടിക്സ് ഒക്കെ ഉപയോഗിക്കും. എന്നുള്ള ഞങ്ങൾ ചെയ്തിട്ടേ ഇല്ല, ഞങ്ങളുടെ പേര് പറയരുത്, ഞങ്ങൾ ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ ചൈന പറഞ്ഞിരിക്കുന്നത്. ഈ സൗത്ത് ചൈന സീയിൽ ജപ്പാൻ തായ്വാൻ ഇഷ്യൂ എല്ലാം ഇതേപോലെ തന്നെ നിലനിൽക്കുന്നത്. അമേരിക്ക ഇടപെട്ടിട്ടും വലിയ രീതിയിലുള്ള മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴും ജപ്പാനിലെ സനൈ തക്കൈച്ചി തായ്വാനെ സപ്പോർട്ട് ചെയ്ത് ആ ഐലൻഡിൽ ഞാൻ വെപ്പൺ ഡിപ്ലോയ് ചെയ്യുമെന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് ഷീ ജിൻപിങ്ങും ട്രംപും കൂടി ഒരു 4-5 തവണ ഫോൺ വിളിച്ച് ബാക്ക് ടു ബാക്ക് സംസാരിച്ചത്. എന്നിട്ട് ഒരു പ്രയോജനം ഉണ്ടായില്ല. ചൈന അരുണാചൽ പ്രദേശുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂവിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, അരുണാചൽ പ്രദേശിൽ നിന്നും ശരിക്കും ഇന്ത്യൻ സൈഡിൽ നിന്നും ടിബറ്റിലൂടെ ബ്രഹ്മപുത്ര നദിയിലേക്ക് പോകുന്ന കുറേ ബ്രാഞ്ചസ് ഉണ്ട്. അപ്പോൾ അത് ശരിക്കും ബ്രഹ്മപുത്ര നദിക്ക് നല്ല രീതിയിലുള്ള വാട്ടർ സപ്ലൈ ആണ് കൊടുക്കുന്നത്. ആ ഏരിയയിൽ ഇന്ത്യ ഡാം പണിയാൻ തീരുമാനിച്ച് ഒരു ബ്ലൂ പ്രിന്റ് ചൈനയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. കാരണം ചൈന ഒരു മെഗാ പ്രോജക്റ്റ് അനൗൺസ് ചെയ്തുകൊണ്ട്, അതും ബ്രഹ്മപുത്രയിൽ ആ ടേണിംഗ് ഗ്രേറ്റ് ബെൻഡിൻ്റെ അവിടെ വന്നിട്ട് ഒരു ഡാം പണിയും എന്നുള്ള രീതിയിലുള്ള പ്രോജക്റ്റ് ഒക്കെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇന്ത്യ ഇങ്ങനെ ഒരു പ്രോജക്റ്റ് കൊടുത്ത ഉടനെ ഇന്ത്യ ഡാം പണിത് കഴിഞ്ഞാൽ ബ്രഹ്മപുത്രയുടെ മേജർ പോർഷൻ ഓഫ് വാട്ടർ ഫ്ലോ തടസ്സപ്പെടും. ഇന്ത്യയുടെ മാസ്റ്റർ പ്ലാനിനെ ഒന്ന് കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചൈന അരുണാചൽ പ്രദേശിൻ്റെ അവകാശവാദവുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ചൈന ഇങ്ങനെ തന്നെയാണെന്നുള്ളത് നമുക്ക് പണ്ടേ മനസ്സിലായ വിഷയങ്ങൾ തന്നെയാണ്. സേഫ് ഡിസ്റ്റൻസിൽ ചൈനയെ നിർത്തിക്കൊണ്ട് തന്നെയാണ് ഇന്ത്യ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. ഇത് നമ്മൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ഗിവ് ആൻഡ് ടേക്ക് പോളിസിയാണ്. അതായത് നീ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതിന് ബദലായിട്ട് ഞാനൊരു കാര്യം തരും, അത്രേ ഉള്ളൂ. ആ ഒരു റിലേഷൻഷിപ്പാണ് ചൈനയുമായിട്ട് ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാതെ എല്ലാ കാലത്തും ചൈനയ്ക്ക് ഓപ്പൺ ആയിട്ട് മാർക്കറ്റൊക്കെ ഇങ്ങനെ തുറന്നു കൊടുക്കുന്ന ഒരു ഏർപ്പാട് ഇന്ത്യക്ക് ഇല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ഈ ടിക്ടോക്ക് എന്ന് പറഞ്ഞ ഒരു ആപ്പ് ബാൻ ചെയ്തു, അത് അങ്ങനെ തന്നെയാണ് നിലനിൽക്കുന്നത്. ചൈനയുടെ പല ആപ്പുകൾ നമ്മൾ ബാൻ ചെയ്തിട്ടുണ്ട്, ആ സാങ്ഷൻസ് ഒക്കെ അതേപോലെ നിലനിൽപ്പുണ്ട്. അതായത് മ്യൂച്വൽ. ഇനിയുള്ള കാലത്ത് ഇന്ത്യ ആരെയും അങ്ങനെ താങ്ങിപ്പിടിച്ച് നിന്ന് മുന്നോട്ട് പോകേണ്ട കാര്യമില്ല. ആ ഒരു സ്റ്റേജ് നമ്മൾ കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. പലരും ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു ഇന്ത്യക്ക് വരുന്നില്ല എന്ന് പറഞ്ഞ ഉടനെ ഭയങ്കരമായിട്ടുള്ള കൺസേൺ ആണ് രേഖപ്പെടുത്തിയത്. എനിക്ക് പറയാനുള്ളത്, ഇന്ത്യ എന്ന് പറഞ്ഞൊരു മാർക്കറ്റ് ഇസ്രായേലിനാണ് ആവശ്യം. അല്ലെങ്കിൽ ഇസ്രായേലെ പോലൊരു ചെറിയ രാജ്യം അവർ എത്രമാത്രം മാനുഫാക്ചറിങ് ചെയ്താലും ഒരു കാലയളവ് കഴിയുമ്പോൾ ഈ യുദ്ധമെല്ലാം അവസാനിക്കും. പിന്നീട് ഇസ്രായേലിന് ഒരു മാർക്കറ്റ് വേണം. എവിടെയാണ് മാർക്കറ്റ്? ഇസ്രായേലിന്റെ മേജർ മാർക്കറ്റ് ഇന്ത്യയാണ്. ഇന്ത്യയെ പോലത്തെ ഒരു രാജ്യം ഇസ്രായേലിനോടൊപ്പം ഇല്ല എന്നുണ്ടെങ്കിൽ നഷ്ടം ഇസ്രായേലിനാണ് ഏറ്റവും കൂടുതൽ. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇതിനകത്ത് ഇപ്പോൾ ഇസ്രായേൽ ആയിക്കോട്ടെ, അമേരിക്ക ആയിക്കോട്ടെ, റഷ്യ ആയിക്കോട്ടെ, ചൈന ആയിക്കോട്ടെ, എല്ലാവർക്കും ഇന്ത്യ എന്ന് പറഞ്ഞൊരു മാർക്കറ്റ് ആവശ്യമാണ്. നമ്മളുടെ സ്ട്രെങ്ത്തും അതാണ്. അതനുസരിച്ച് തന്നെയാണ് ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നത്. നമ്മളുടെ പോളിസികളിൽ നമ്മൾ ഒരു രീതിയിലുള്ള മാറ്റവും വരുത്തേണ്ടതില്ല. നമ്മൾ ആരുടെയും മുന്നിൽ മുട്ടുമടക്കേണ്ട സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഇപ്പം നിലവിൽ. അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം
മുന്നോട്ട് പോകാൻ. അതുപോലെ കുറേ ഫേക്ക് ന്യൂസ്, അതുപോലെ തന്നെ കുറേ ഫേക്ക് ന്യൂസ് ഇറങ്ങിയിട്ടുണ്ട്. ഫേക്ക് ന്യൂസ് എന്ന് പറഞ്ഞാൽ ഈ അൽ ജസീറ പോലത്തെ മാധ്യമങ്ങൾ, അതുപോലെ തന്നെ തുർക്കി ബേസ്ഡ് ആയിട്ടുള്ള മാധ്യമങ്ങൾ, ഇവരെല്ലാം തന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ തേജാസിന്റെ ഒരു അപകടം ദുബായിൽ സംഭവിച്ചതിനെ തുടർന്ന് Su-30 MKIയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഓർഡർ അർമേനിയ ഒരു 12 ഫൈറ്റർ ജെറ്റ് ഒരു 12 ഫൈറ്റർ ജെറ്റോളം അർമേനിയ ഓർഡർ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ത്യക്കുള്ളിൽ വെച്ചിട്ട് അസംബിൾ ചെയ്ത് നമ്മൾ അർമേനിയയ്ക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഓർഡർ. ആ ഓർഡർ അർമേനിയ റദ്ദാക്കി എന്നുള്ള രീതിയിലുള്ള ഫേക്ക് പ്രൊപ്പഗൻഡ അടിച്ചിറക്കാണ്. അപ്പോൾ അതിനെ എതിർത്തുകൊണ്ട് ഇന്ത്യൻ ഗവൺമെന്റ് സ്റ്റേറ്റ്മെന്റ് പുറത്തിറക്കിയിട്ടുണ്ട്. പറഞ്ഞിരിക്കുന്നത് അങ്ങനത്തെ സംഭവമേ സംഭവിച്ചിട്ടില്ല. ഫൈറ്റർ ജെറ്റുകൾ രാജ്യങ്ങൾ ഓർഡർ ചെയ്യുന്നത് അതിന്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, അതിന്റെ ഓവറോൾ പെർഫോമൻസ്, അതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട്, അതുപോലെ തന്നെ ഗ്ലോബലി മറ്റുള്ള ഫൈറ്റർ ജെറ്റുകൾ എന്ത് പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നത്, എത്ര തവണ അതിന്റെ ക്രാഷ് റിപ്പോർട്ട് ഉണ്ട്, ഇതെല്ലാം നോക്കിയിട്ടാണ് ഓർഡർ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് 24 വർഷത്തിനിടയിൽ 2 തവണ ക്രാഷ് ആയി എന്നുള്ളത് അത്ര വലിയ മേജർ ആയിട്ടുള്ള വലിയ ബ്ലണ്ടർ ഒന്നുമല്ല. അപ്പൊ അതുകൊണ്ട് തേജസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന ഒരു ഫൈറ്റർ ജെറ്റ് തന്നെയാണ്. അതിന്റെ ടൈം വരാനിരിക്കുന്നേ ഉള്ളൂ. അത് വൈകാതെ തന്നെ നമുക്ക് ലോകത്തിന് മുൻപാകെ നമുക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് അർമേനിയ അല്ല, ഇന്ത്യക്ക് നിലവിൽ സൈൻ ചെയ്തിരിക്കുന്ന ഒരു ഓർഡറുകളും തന്നെ ക്യാൻസൽ ആയിട്ടില്ല. ഇത് DRDO വളരെ വ്യക്തമായിട്ട് കൺഫേം ചെയ്ത വാർത്തയാണ്. അതുപോലെ തായ്വാന്റെ സൈഡിൽ നിന്ന് ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ആ പ്രഖ്യാപനം എന്ന് വെച്ചാൽ 2027 ചൈന തായ്വാനെ ആക്രമിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ലായ് ചിങ് ഡേ തായ്വാന്റെ പ്രസിഡന്റ് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അവരും അതനുസരിച്ച് 2027-28 ആകുമ്പോഴത്തേക്കും ഈ ഒരു പ്രിപ്പറേഷനിലേക്ക് അവർ മുന്നോട്ട് പോവാണെന്നാണ് അവർ പറഞ്ഞു വെക്കുന്നത്. അത് ജസ്റ്റ് അവരുടെ ഒരു ഡിപ്ലോമാറ്റിക് സ്റ്റേറ്റ്മെന്റ് ആണ്. അതിലുപരിയായിട്ട് വേറെ അതിനകത്ത് ഡൗട്ട്ഫുൾ ആയിട്ടൊന്നും നോക്കി കാണേണ്ടതില്ല. ചൈന ഒരിക്കലും തായ്വാനെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നില്ല. അത് ഒരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. ചൈന വേണമെങ്കിൽ ഡിപ്ലോമാറ്റിക്കലി സംസാരിച്ച് അമേരിക്ക എടുത്ത് ജപ്പാൻ എടുത്തൊക്കെ സംസാരിച്ചെടുത്ത് ഒരു സൈഡിൽ ഒതുക്കി അതിനെ വെടക്കാക്കി തനിക്കാക്കുന്ന ഏർപ്പാട് അങ്ങനെ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അല്ലാതെ ആക്രമണം നടത്തി അതിനെ പിടിച്ചെടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം തായ്വാനും നല്ല രീതിയിൽ റിറ്റാലിയേറ്റ് ചെയ്യും. അത് ഇപ്പോൾ ഉക്രൈൻ റഷ്യ എത്രമാത്രം നീണ്ടുപോകുന്ന ഒരു വിഷയമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ലേ? ഒരു എക്സാമ്പിൾ മുന്നിലുണ്ട്. ചൈന തായ്വാനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അതും അങ്ങ് നീണ്ടു പോകും. ഇതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം തായ്വാനെ തൊടുമ്പോഴത്തേക്കും പല രാജ്യങ്ങളും വരും, അമേരിക്ക വരും, ജപ്പാൻ വരും, പല രാജ്യങ്ങളും അവിടെ വന്ന് കൂടും. അമേരിക്ക ഉൾപ്പെടെയുള്ള പമ്പന്മാർ അവിടെ വന്ന് നിന്ന് അറ്റാക്ക് നടത്തും. അപ്പോൾ അത് ചൈനയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ചൈനയുടെ ലിമിറ്റേഷൻസ് എന്താണെന്നുള്ളത് ചൈനയ്ക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അതനുസരിച്ച് തന്നെയാണ് ചൈന ഈ ഒരു റോൾ പ്ലേ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കുറേ നിർണായകമായിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.